മോദി ട്രംപ് കൂടിക്കാഴ്ച ലോകരാജ്യങ്ങൾ ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരുന്നത്. സുപ്രധാനമായ ഒട്ടേറെ തീരുമാനങ്ങൾ ഇരുവരും കൈക്കൊണ്ടാകും അല്ലെങ്കിൽ കൈക്കൊള്ളുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്നു എന്നൊക്കെയുള്ള വാർത്തകളായിരുന്നു പുറത്തു വന്നത്. അത്തരത്തിൽ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ട്രംപ് ഒരു ബോംബ് പൊട്ടിക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുന്ന ഒരു ബോംബായിരുന്നതെന്ന് പറയാതിരിക്കാൻ തരമില്ല. US-ന്റെ മുൻ ഭരണകൂടം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തിരഞ്ഞെടുപ്പുകളിൽ ഇടപെടാനായി പണമൊഴുക്കി എന്ന ട്രംപിൻ്റെ വെളിപ്പെടുത്തലിന് ശേഷം മുൻപ് സൂചിപ്പിച്ചതുപോലെ വലിയ പൊട്ടിത്തെറികളാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പൊട്ടിത്തെറികളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. US സർക്കാരിൻ്റെ വെളിപ്പെടുത്തൽ ആശങ്കാജനകമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട് എങ്കിലും ഈ പറഞ്ഞ പ്രസ്താവനയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇവർക്ക് പിന്നോട്ട് പോകാനാകില്ല. കോൺഗ്രസിനാണ് പണം കിട്ടിയതെന്ന് BJPയും 2014 വിജയിച്ചത് ഈ പണം കൊണ്ടാണോ എന്ന് BJPയോട് കോൺഗ്രസും ചോദിക്കുന്നുണ്ട്. ട്രംപിൻ്റെ ആരോപണത്തിന് പിന്നാലെ പരസ്പരം ചെളി വാരി എറിയുകയാണ് ഭരണപക്ഷവും പ്രധാന പ്രതിപക്ഷവും. തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന US ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഇന്ത്യക്ക് $21 മില്യൺ അനുവദിച്ചെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവന അത്ര പെട്ടെന്ന് ഇന്ത്യക്ക് തള്ളിക്കളയാനാകില്ല. US പ്രസിഡന്റ് അവകാശവാദങ്ങൾ അസ്വസ്ഥത ഉളവാക്കുന്നതാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലെ വിദേശ ഇടപെടലുകളെ സംബന്ധിച്ച് ആശങ്ക ഉയർത്തുന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ബന്ധപ്പെട്ട വകുപ്പുകളും ഏജൻസികളും ഈ വിഷയം പരിശോധിച്ച് വരികയാണെന്നും വിശദമായ പ്രതികരണം പിന്നീടുണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതിനിടെ 2008 ശേഷം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിക്കും USAID ഗ്രാന്റ് അനുവദിച്ചിട്ടില്ലെന്ന് ഒരു ദേശീയ മാധ്യമത്തെ ഉദ്ധരിച്ച് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. 2012 UPA ഭരണകാലത്ത് US സഹായം ലഭിച്ചെന്ന് ആരോപിക്കുന്ന BJP 2014 തിരഞ്ഞെടുപ്പ് വിജയിച്ചത് അത് ഉപയോഗിച്ചാണ് എന്നാണ് AICC ജനറൽ സെക്രട്ടറി പവൻ ഖേര ചോദിക്കുന്നത്, അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുന്നത്. $21 മില്യൺ ഇന്ത്യയിലെ ആസ്തികൾ നിലനിർത്താൻ ചിലർ ഉപയോഗിച്ചെന്ന് കോൺഗ്രസിനെ പരാമർശിച്ചുകൊണ്ട് BJP IT സെൽ മേധാവി അമിത് മാൾവിയ ആരോപണമായി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പണം ഇന്ത്യയിൽ രാഷ്ട്രീയ നീക്കങ്ങൾക്കായി ഉപയോഗിച്ചെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ വിഷയത്തിൽ പരസ്പരം ചെളിവാരി എറിയാനാണ് ഇരു കൂട്ടരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ശ്രമിക്കുന്നത്. അത് ഇതിൽ നിന്ന് വ്യക്തമാകുന്നുമുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ US $21 മില്യൺ, അതായത് 160ഓളം കോടി രൂപയുടെ ധനസഹായം നൽകിയത് ബംഗ്ലാദേശിനാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു ദേശീയ മാധ്യമമാണ് ഇത് സംബന്ധിച്ച രേഖകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി സംഘടനകൾക്കാണ് പണം നൽകിയതെന്നാണ് രേഖകൾ സൂചിപ്പിക്കുന്നത്. 2014 ബംഗ്ലാദേശിലെ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് $13.4 മില്യൺ ചെലവഴിക്കപ്പെട്ടത്. 2024 ആഗസ്റ്റിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് ഷെയ്ഖ് ഹസീന സർക്കാർ അട്ടിമറിക്കപ്പെട്ടിരുന്നു. USAIDയുടെ, അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റിന് ധനസഹായം ലഭിച്ചതായി ബംഗ്ലാദേശ് ഔദ്യോഗിക വൃത്തങ്ങൾ നേരത്തെ തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്, രേഖാമൂലം സമ്മതിച്ചിട്ടുള്ളതാണ്. അതായത് അവരുടെ X പ്ലാറ്റ്ഫോമിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം അവർ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യുവജനങ്ങൾക്കിടയിൽ ജനാധിപത്യ നേതൃത്വത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ രാജ്യത്തുടനീളം 2022 മുതൽ വിവിധ സർവകലാശാലകളടക്കം ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിച്ചതായി ധാക്ക സർവകലാശാലയിലെ അധ്യാപകനായ ഐനുൽ ഇസ്ലാം സെപ്റ്റംബർ മാസത്തിൽ വ്യക്തമാക്കിയിരുന്നു. USAIDയുടെ സഹകരണത്തോടെ ഇത് സാധ്യമായെന്നാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ CPPS പദ്ധതിയുടെ ഭാഗമായി $21 മില്യൺ ഫണ്ട് അനുവദിച്ചവരും USAID ധാക്ക ഉപദേഷ്ടാവ് ലുബൈൻ മോസം മാസങ്ങൾക്ക് മുമ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലേക്കുള്ള ഫണ്ട് റദ്ദാക്കാനുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അഥവാ ഡോജ് നീക്കത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം വിശദീകരണവുമായി രംഗത്ത് വന്നതോടുകൂടിയാണ് ഈ ഒരു വിഷയം വീണ്ടും ചർച്ചയായി മാറിയത്. ഏതായാലും ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇത്തരത്തോളം പണം ഒഴുക്കി എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോൾ അത് രാഷ്ട്രീയപരമായി വലിയ ചർച്ചകൾക്ക് വിധേയമാകുന്നുണ്ട്. കാരണം ഡൊണാൾഡ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ചർച്ചകൾ, അല്ലെങ്കിൽ ഉഭയകക്ഷി ബന്ധങ്ങളെല്ലാം വളരെ വലിയ രീതിയിൽ വളരാൻ പോകുന്നു. ഇവിടെ വലിയ രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും ഉണ്ടാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അമേരിക്ക സന്ദർശിച്ചതിന് ശേഷം തിരികെ ഇന്ത്യയിലേക്ക് എത്തിയതിന് പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ പ്രതിരോധത്തിലാക്കുന്ന, പ്രത്യേകിച്ച് ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശം നടത്തുന്നത്. ആ പരാമർശം നടത്തുക മാത്രമല്ല, ഇത്തരത്തിലുള്ള ആ തുക പിൻവലിക്കുക കൂടിയാണ്, അതായത് ഇത് മുൻ ഗവൺമെൻറ് നിശ്ചയിച്ചിരുന്ന ആ തുക പിൻവലിക്കുക കൂടിയാണ് എന്ന് അമേരിക്ക അറിയിക്കുകയും ചെയ്തു. ഈ തുക എങ്ങോട്ടേക്കാണ് പോയതെന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇരു രാഷ്ട്രീയ കക്ഷികളും, അതായത് പ്രബലമായ BJPയും കോൺഗ്രസും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് മറ്റ് രാഷ്ട്രീയ കക്ഷികൾ കൂടി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. ഇന്ത്യയിലേക്ക് വന്ന ഈ പണം എന്ത് ചെയ്തു? അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ്, ഇന്ത്യയിലല്ല ഇത് ബംഗ്ലാദേശിലാണ് ഈ പണം എത്തപ്പെട്ടത്, അല്ലെങ്കിൽ ബംഗ്ലാദേശിനാണ് US നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ഭൂകമ്പങ്ങൾ സൃഷ്ടിക്കാനിടയുള്ള ഒരു പരാമർശമായി ട്രംപിൻ്റെ ഈ ഒരു പരാമർശം മാറുക തന്നെയാണ്.